ഈ ആശയത്തെ നിങ്ങളൊന്ന് ചിന്തിക്കുക. വിശുദ്ധ ഖുർആനിലെ പ്രവാചകന്മാരുടെ ചരിത്രത്തിലെ പ്രാർത്ഥനകളിൽ എവിടെയെങ്കിലും ഒരു വരിയിൽ ഒരു ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ടോ നോക്ക്. ഒന്ന്. നൂറുകണക്കിന് പ്രാർത്ഥനകൾക്കിടയിൽ ഒരു പ്രാർത്ഥന ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ടൊരു പ്രാർത്ഥനയുണ്ടോ? കാണൂല. വിശുദ്ധ ഖുർആനിൽ തവസുൽ ഇല്ലെന്നാണ് മൗലവി പറയുന്നത്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗത്തിൽ നിന്ന് പഴം ഭക്ഷിച്ച് തൗബ ചെയ്യുന്ന ചരിത്രം വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിലെ 37-ാമത്തെ ആയത്തിൽ കാണാം. ഫതലഖ ആദമു മിർ റബ്ബിഹി കലിമാത്തിൻ ഫതാബ അലൈഹി ഇന്നഹു വത്തവ്വാബുർ റഹീം. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൽ നിന്ന് ചില കലിമത്തുകൾ മനസ്സിലാക്കുകയും അത് വെച്ച് തൗബ ചെയ്യുകയും ആ തൗബ അള്ളാഹു സ്വീകരിക്കുകയും ചെയ്തു. ഏതാണ് ആ കലിമത്തുകൾ? മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നത് കാണാം. ഹിജ്റ 373 വഫാത്തായ ഇമാം സമർഖന്ദി റഹിമഹുല്ല അവിടുത്തെ തഫ്സീർ ബഹരിൽ ഉലൂമിൽ രേഖപ്പെടുത്തുന്നത് കാണാം. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗത്തിൽ വെച്ച് മുഹമ്മദ് നബിയുടെ പേര് കാണുകയും ബിഹഖി മുഹമ്മദിൻ എന്ന് തവസ്സുൽ